ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ശുഭചിന്തയോടെ സീസണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശുഭചിന്തയോടെ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിരുന്നോ? ചിന്തകളെ ചന്തമുള്ളതാക്കാനായിരുന്നു ആദ്യത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ നന്മകൾക്ക് എന്തിനാണ് തെളിവ് എന്നതായിരുന്നു. വീഡിയോ കണ്ടില്ലെങ്കിൽ ഐ ബട്ടണിലോ വീഡിയോയുടെ ലാസ്റ്റോ ഇടാട്ടോ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. വിളവുകളെല്ലാം നശിച്ച് രാജ്യം പട്ടിണിയിലായി. വളരെ കഷ്ടപ്പെട്ടാണ് ഖജനാവ് കാലിയാകാതെ രാജാവ് സംരക്ഷിച്ചത്. പക്ഷേ ദുരിതകാലത്തിനു ശേഷം രാജാവ് കൂടുതൽ സമ്മർദ്ദത്തിലായി. ഇനിയും വരൾച്ച ഉണ്ടാകുമോ? അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങൾ വിപ്ലവം ഉണ്ടാക്കുമോ? മന്ത്രിയും പരിവാരങ്ങളും തന്നെ അട്ടിമറിക്കുമോ? തുടങ്ങിയ ചിന്തകൾ ഉറക്കം കെടുത്തി. ഗുരുവിനോട് പറഞ്ഞപ്പോൾ രാജ്യഭരണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു. രാജാവ് ഗുരുവിന് തന്നെ അധികാരം നൽകി. തൻ്റെ കീഴുദ്യോഗസ്ഥനായിരുന്ന് രാജ്യം ഭരിക്കാൻ ഗുരു നിർദ്ദേശിച്ചു. കൃത്യതയോടെ ജോലി ചെയ്ത രാജാവിന് ഉറക്കവും തിരിച്ചു കിട്ടി. തനിക്ക് വന്ന മാറ്റത്തിൻ്റെ കാരണം അന്വേഷിച്ച രാജാവിനോട് ഗുരു പറഞ്ഞു, ജോലി ബാധ്യതയായി കാണാതെ ചുമതലയായി കണ്ടതാണ് താങ്കളിലെ മാറ്റത്തിനു കാരണം. ആസ്വദിച്ചും ആശങ്കപ്പെട്ടും ജോലി ചെയ്യാം. ഒരു ജോലിയും അതിൽ തന്നെ സുരക്ഷിതമോ ഹാനികരമോ അല്ല. സമ്പൂർണ്ണ സംതൃപ്തിയും പരിപൂർണ അതൃപ്തിയും സമ്മാനിക്കുന്ന ഒരു കർമ്മവീതിയും ഉണ്ടാകില്ല. ഏത് മേഖല തിരഞ്ഞെടുത്താലും ആ തിരഞ്ഞെടുപ്പ് പ്രസ്തുത വഴികളിലെ അസ്വസ്ഥതയും ആനന്ദവും അംഗീകരിച്ചുള്ള സമ്മതപത്രമാണ്. തൊഴിലിൻ്റെ പ്രത്യേകത കൊണ്ടോ ഏറ്റെടുക്കുന്ന ആളിൻ്റെ ശൈലി കൊണ്ടോ പ്രവൃത്തിപഥങ്ങളിൽ വിഘ്നങ്ങളുണ്ടാകും. സമരസപ്പെടാനും മറികടക്കാനുമുള്ള കഴിവാണ് ചുവടുകളെ ചലനാത്മകമാക്കുന്നത്. പ്രതിരോധിക്കാനും പ്രതിപ്രവർത്തിക്കാനും തയ്യാറാകാത്തവരെല്ലാം പാതി വഴിയിൽ രാജിവച്ചൊഴിയും. അർദ്ധവിരാമങ്ങൾ നല്ലതാണ്. വിശ്രമിക്കാനും വിചിന്തനം ചെയ്യാനും സ്വയം പ്രചോദിപ്പിക്കാനും അത്തരം ഇടവേളകൾ ഉപകരിക്കും. പൂർണ്ണവിരാമമിട്ടാൽ പിന്നൊരു തിരിച്ചുവരവില്ല. അതിജീവനാഭ്യാസങ്ങൾ സ്വയം പരിശീലിക്കുക എന്നതു മാത്രമാണ് മാർഗം. ഏത് പ്രവൃത്തിയും ആസ്വാദ്യകരമാക്കുന്നത് ആ പ്രവൃത്തിയോടുള്ള സമീപനം മൂലമാണ്. ഒരാളും മറ്റൊരാളുടെ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ആർക്കും വേറൊരാൾക്ക് പകരം നിൽക്കാനുമാവില്ല. പകരക്കാരൻ എന്നത് താൽക്കാലിക സംവിധാനം മാത്രമാണ്. ആവേശം കുറയുമ്പോഴോ അരുതാത്തത് സംഭവിക്കുമ്പോഴോ ഹ്രസ്വമായ ബദലായി മറ്റൊരാൾ വന്നേക്കാം. എത്രയും വേഗം ഊർജസംഭരണം നടത്തി കളത്തിലിറങ്ങുക എന്നതാണ് നല്ല കളിക്കാരൻ്റെ കർത്തവ്യം. സ്വന്തം ജീവിതത്തെയും സഹജീവികളെയും അർത്ഥശൂന്യമായി കാണുന്നവന് ജീവിക്കാനുള്ള അർഹത ഇല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ.